കല്യാണം കഴിഞ്ഞ പെണ്ണിന് ചെറുക്കനും വിരുന്ന് കൊടുക്കുന്നതിന് എന്താ തെറ്റ്? അങ്ങനെ വിരുന്ന് കൊടുക്കാൻ കൊതിയാണെങ്കിലേ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ കൊണ്ടേ കൊടുക്ക. വയസ്സാം കാലത്ത് പുണ്യെങ്കിലും കിട്ടും. കണ്ടവരൊക്കെ വിളിച്ചു കയറ്റി ഭക്ഷണം വിളമ്പാൻ നാണമല്ലേ നിങ്ങക്ക്? ആരടി കണ്ടവര്? ആരാന്ന്? എന്റെ ഭർത്താവിനെ ശ്രേയമോളെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നത് അത് നിനക്ക് പിടിക്കില്ലായിരിക്കും. പിന്നെ അരവിന്ദ്, അവൻ എന്റെ മാമന്റെ മോനല്ലേ. ആ ഒരു ബന്ധത്തിന്റെ പേരില ഞങ്ങൾ വിരുന്ന് കൊടുക്കാൻ തീരുമാനിച്ചത്. ചിറ്റയല്ല ഇത് പറയുന്നത്. ശ്രേയ എറിഞ്ഞു തന്ന 25 പവൻ സ്വർണ്ണ ഇത് പറയിപ്പിക്കുന്നത്. ചിറ്റെ, ഇയാൾക്ക് മനസാക്ഷിയോ ബുദ്ധിയോ ഇല്ല. നിങ്ങൾക്ക് ആ സ്വർണം കണ്ടപ്പോ കണ്ണ് മഞ്ഞളിച്ചു പോയല്ലേ? നിങ്ങൾ എന്തിനാ കല്ലുമുള തല്ലിയത്? നീ അടി തുടങ്ങിയല്ലോ. ഇനി കൂട്ടത്തല്ല് കാണാം. എടീ നരുന്ത് പെണ്ണേ, ശ്രേയമോള് സ്വർണം കൊണ്ടുവന്നത് നീ ഇവളോട് എഴുന്നള്ളിച്ചല്ലേ? ഈ വീട്ടിൽ നടക്കുന്നതെല്ലാം അപ്പപ്പ വിളിച്ച് ഓതി കൊടുക്കുവല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. ദേ, എന്റെ കല്ലുമുള തല്ലിയ കൈയുണ്ടല്ലോ, അമ്മിക്കല്ല് വെച്ച് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കും ഞാൻ. എവള് പറയാതെ പിന്നെ നീ എങ്ങനെ അറിഞ്ഞടി? പറയടി, പറയാൻ. മാമ, പ്രായത്തിൽ മൂത്തതാണെന്ന് വിചാരിച്ചാ ഞാനൊന്നും ചെയ്യാത്തത്. എന്റെ മോളെ ഞാൻ തല്ലും കൊല്ലും. നീ ആരാടാ അത് ചോദിക്കാൻ? ചേട്ടന് കണ്ടുവച്ച പെണ്ണിനെ തട്ടിയെടുത്ത നാണം കിട്ടവനല്ലേടാ നീ? സംസാരിക്കുമ്പോ സൂക്ഷിച്ചില്ലെങ്കിലേ അക്കുച്ചേട്ടൻ പറഞ്ഞ പോലെ പ്രായത്തിന് മൂത്താന്ന് ഞാൻ നോക്കില്ല. അരവിന്ദേട്ടൻ പോയപ്പോ ബാബുക്കുട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിയ നിങ്ങളാ നാണം കെട്ടവൻ. എന്റെ അക്കുച്ചേട്ടന്റെ പേര് ഉച്ചരിക്കാൻ പോലുള്ള യോഗ്യത ഇല്ല നിങ്ങക്ക്. ചിറ്റെ, ഇയാള് കാശും കള്ളും മോയിച്ച് ഇവളുടെ പിന്നെ അലയുന്നുണ്ടാവും. ചിറ്റ ഇയാളെക്കാളും തരം താഴ്ന്നു പോയല്ലോ. കല്ലുമോളോട് ഇവള് ചെയ്തത് നിങ്ങളും കണ്ടതല്ലേ? എന്നിട്ട് എങ്ങനെ തോന്നുന്നു നിങ്ങക്ക് ഇവളെ വിളിച്ച് വീട്ടിൽ കയറ്റി ഊട്ടാൻ? സ്വർണം കണ്ടപ്പോ കമഴ്ന്നടിച്ചു വീണു. അതേടി, നീ ഇവക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആ നീയാണോ ശ്രേയയെ പറ്റി പറയുന്നത്? നല്ല മനസ്സാ ശ്രേയയ്ക്ക്. ശ്രേയയ്ക്ക് വേണ്ടി ഈ മനുഷ്യൻ മാത്രമല്ല, ഞാനും എന്റെ ജീവൻ കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കടി കുഞ്ഞോളെ. ഇത്രയും കേട്ടിട്ട് നാണമില്ലാതെ വായി നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? വല്ലതും വേണമെങ്കിൽ നക്കിയേച്ച് ഇറങ്ങി പോടി. ഇവളെ ഇറക്കി വിടുന്നുണ്ടോ ഇല്ലയോ? എവളെയല്ല, നിന്നെ ഇറക്കാൻ പോകുന്നു. ഇറങ്ങടി. ചാരു, ചാരു വേണ്ട. ഇത് ക്ലൈമാക്സ് ഫൈറ്റ് സീൻ.